നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? നീ നേരത്തെ പറഞ്ഞത് എന്തുവാ? അച്ഛന്റെ മനസ്സോടെ കാത്തിരിക്കുന്നല്ലേ? കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ. ഏത് പ്രതിസന്ധിയും മറികടക്കാൻ ആ കുഞ്ഞിനാവോടാ. മോളെന്ത് ഇവിടെ വന്നിരിക്കുന്നേ? അവിടെ ഇത്രയും വലിയ കാര്യം നടക്കുമ്പോ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. ഫംഗ്ഷന് വേണ്ടി ജ്യോതി എന്നെ മേക്കപ്പ് ചെയ്തത്. അത് ചെയ്തതിനു ശേഷം എന്തോ ഒരു ചൊറിച്ചില് തോന്നിയപ്പോ അത് കഴുകാൻ വേണ്ടി. അച്ഛൻ വരില്ലെന്ന് കരുതിയോ മോള്? വലിയ കാര്യത്തിൽ നിന്നോട് പിണക്കൊക്കെ കാണിച്ചതാ. പക്ഷെ അത് നിലനിൽക്കുവോ? നീ അവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ അച്ഛന്റെ മനസ്സിൽ നിന്ന് അതൊക്കെ പോയി. അച്ഛന്റെ മനസ്സിൽ ഇപ്പൊ ഒരു സങ്കടവും ഇല്ല കേട്ടോ. എല്ലാവരും അവിടെ കൂട്ടം കൂടി നിൽക്കുമ്പോഴും സുജാതയും രഘുവും നിനക്ക് തരുന്ന പരിഗണന കാണുമ്പോഴും അച്ഛന് സന്തോഷ. താഴോട്ട് വാ, അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അവരുടെ കണക്കില് ഏറ്റവും പ്രധാനപ്പെട്ട ആള് നീയാണല്ലോ. അച്ഛൻ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ക്ഷമിക്കണേ അച്ഛ. അതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലേടി. പിന്നെന്താ, ഒഴിഞ്ഞൊരു സമയം കിട്ടിയ അച്ഛന്റെ മനസ്സിൽ ഒരു വേദനയില്ലാന്ന് നിന്നോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അച്ഛാ, ഈ കണ്ണടയുന്നത് വരെ കാണാൻ കുറെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ചിട്ടുണ്ടാവുമല്ലോ. അച്ഛൻ കൂട്ടിവെക്കുന്നതൊക്കെ നിന്നെ കുറിച്ചല്ലേ? എന്റെ മോൾക്ക് ഒരു കുറവും ഈശ്വരം വരുത്തില്ല. പിന്നെ എന്തെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരും. നിന്റെ സുഖം അത് അച്ഛന് ജീവിക്കാനുള്ള മരുന്നാ. എനിക്ക് അച്ഛന്റെ പ്രാർത്ഥന മാത്രം മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.